ഗൗരി, ഗൗരി പറയുന്നത് ഇത്രയും നേരം ഞാൻ കേട്ടില്ലേ? പ്ലീസ്, ഇനി എന്നെ എന്തെങ്കിലും ഒന്ന് പറയാൻ സമ്മതിക്ക്. നല്ലൊരവസരം നശിപ്പിച്ച് കളഞ്ഞിട്ട് ഇനി നീ എന്ത് പറയാനാ? ആ ലച്ചു നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരിയല്ല. പണ്ട് മംഗലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ലച്ചു അല്ല അവളിപ്പോ. ആ ഓർമ്മ തിരിച്ചു കിട്ടിയ ശേഷം അവൾക്കെന്തോ ദൈവസിദ്ധി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കവിത, നിന്റെ പരാജയം മറയ്ക്കാൻ വെറുതെ ഓരോന്ന് പറയാതെ. അല്ല, ലച്ചുവിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികളും അവളുടെ രീതികളും ഒക്കെ ശരിക്കും പഠിച്ചിട്ടാ ഞാനീ പറയുന്നത്. അവൾക്കെന്തോ മന്ത്രസിദ്ധി കിട്ടിയിട്ടുണ്ട്. അവള് മൂസന്റെ മനയിലല്ലായിരുന്നോ? അപ്പോ അവിടുന്ന് കിട്ടിയ സിദ്ധി ആയിരിക്കണം. അതെനിക്ക് ഉറപ്പാ. നീ സിദ്ധിയും മന്ത്രവും ഒക്കെ വിശ്വസിച്ചിരുന്നോ? പക്ഷെ എനിക്കതിന് പറ്റില്ല. ഇനി ലച്ചുവിനെ എങ്ങനെ മംഗലശ്ശേരിയിൽ നിന്നും ചാടിക്കണം, അതിന് വേണ്ടത് ഞാൻ ചെയ്യും. ഡോക്ടറെ, നല്ല ആളാ. രാവിലെ കണി കാണാൻ പോലും മുന്നിൽ വന്നില്ലല്ലോ. ചായ കൊണ്ടുവന്നത് രാജുവാ. ഞാൻ താഴെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ഡോക്ടർ ചായ കുടിക്കാൻ താഴെ വരാറാണല്ലോ പതിവ്. ഒരു ചായ തരാൻ മനസ്സ് തോന്നി ലച്ചു വരട്ടെ എന്ന് ഞാൻ കരുതി. ആര് തന്നാലും ചായ കുടിച്ചാ പോരെ? ഇന്നലെ രാത്രിയിലത്തെ വിവരങ്ങൾ പിന്നെ ഒന്നും അറിഞ്ഞതുമില്ല. വേദന ഇപ്പോഴും ഉണ്ടോ? ചെറിയൊരു നീറ്റലുണ്ട്. എന്തായാലും ഡോക്ടർ മരുന്ന് വെച്ച് കെട്ടി തന്നതല്ലേ, അത് കരിഞ്ഞോളൂ. എവിടെ കാണട്ടെ? പിന്നീട് ബ്ലഡ് വന്നതിന്റെ ലക്ഷണമൊന്നുമില്ല. അതെ, ഞാൻ കൈ അനക്കാതെയാ വെച്ചിരുന്നത്. പിന്നെ ഡോക്ടർ കാര്യം ആരോടും പറയാനൊന്നും നിൽക്കണ്ട. വീടിനുള്ളില് ആരൊക്കെ കേറിയെന്നറിഞ്ഞ എല്ലാവരുടെയും മനസ്സമാധാനം നഷ്ടപ്പെടും. ഇന്നലെ എത്ര സന്തോഷത്തോടെയാണെന്നോ എല്ലാവരും ഉറങ്ങാൻ പോയത്. സഞ്ജുവിനോട് എനിക്കിത് പറയാതിരിക്കാനാവില്ല. ലച്ചു ഇത് നിസ്സാരമായിട്ട് കാണുകയും വേണ്ട. പിന്നെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി TT എടുക്കണം. അല്ലെങ്കിൽ മുറിവിന്റെ സ്വഭാവം മാറും. ഇപ്പോഴും വേദനയുണ്ട്. ഈ മുഖം കണ്ടാൽ അറിയില്ലേ? അതെ, അമ്മ എന്നെ ക്ഷേത്രത്തിലേക്ക് പോകാൻ വിളിച്ചിരിക്കാം. ഞങ്ങൾ ഉടനെ അങ്ങോട്ട് പോവും. ലച്ചു, ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിക്ക്. ലച്ചുവിനെ കാണാൻ ഞാൻ ആഗ്രഹിച്ചത് ഇത് പറയാൻ വേണ്ടിയാ. ശ്രീദേവി അമ്മയോട് കാര്യം പറഞ്ഞിട്ട് ലച്ചു എന്റെ കൂടെ വാ. നമുക്കുടനെ ഹോസ്പിറ്റലിൽ പോവാം. ഞാനിതുവരെ അമ്മയോട് ഇക്കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അമ്മയ്ക്കൊപ്പം എനിക്ക് പോയേ പറ്റൂ. ദേ, ഹോസ്പിറ്റലിലേക്കൊന്നും ഞാനില്ല. പറഞ്ഞാലോട്ട് കേൾക്കത്തുമില്ല. ഇനിയെങ്കിലും ജീവിക്കണമെന്നൊരു മോഹം വേണ്ടി ലച്ചുന്.
സഞ്ജു സഞ്ജു എഴുന്നേക്ക്. സഞ്ജു എഴുന്നേക്ക്. നേരെ എന്തായിന്ന് വല്ല ബോധമുണ്ടോ? കുട്ടികളെ പോലെ മടി പിടിച്ചിങ്ങനെ കിടക്കാതെ എഴുന്നേക്ക് സഞ്ജു. ആ എഴുന്നേക്കില്ലല്ലേ? എന്നാലേ ഉണർത്താൻ എനിക്കറിയാം. ഇത് കള്ള ഉറക്കാന്ന് എനിക്ക് മനസ്സിലായി. എഴുന്നേക്കുന്നുണ്ടോ ഇങ്ങോട്ട്? ദേ ഞാൻ മുഖത്ത് വെള്ളം കൊടയും. സഞ്ജു 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 കൊള്ളൻ വേണ്ടാട്ടോ സഞ്ജു. ഈശ്വര, എന്താ എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയെ? ആ ലച്ചുവിനെതിരെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതെല്ലാം പരാജയപ്പെടുകയാണല്ലോ. എന്താ ഇങ്ങനെ? അവളെ, ആ ലച്ചുവിനെ തകർക്കാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ ഈശ്വര. ഭഗവാനെ, എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ. ഭഗവാനെ, എന്റെ ലച്ചുവിന് ഒരാപത്തും വരാതെ കാത്തോളണേ. പാവം ലച്ചു, അവളുടെ പിന്നാലെ എന്തൊക്കെയോ ആപത്തുകൾ അടിക്കടി വരിക. നീ മാത്രമേ ഉള്ളൂ എൻ്റെ മോൾക്ക് ആശ്രയം. എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്തരുതേ ഭഗവാനെ. ഭഗവാനെ, തിരുമേനി, 3 പേർക്ക് അർച്ചന നടത്തണേ. ലക്ഷ്മി, സ്വാതി, സഞ്ജു.
അവിടെ അർച്ചനയ്ക്കുള്ള പേരും നാളും പറഞ്ഞ് രസീത് വാങ്ങിക്കൊള്ളൂ. ശരി തിരുമേനി, മേടിച്ചു. ശരി. അമ്മ നമുക്ക് പോവാം. വാ. അല്ല, ശ്രീദേവി എല്ലാവർക്കും അർച്ചന കഴിപ്പിക്കുകയാണല്ലോ. എന്താ ഇത്? എന്തോ ലക്ഷ്യമുണ്ടല്ലോ. എന്തോ ഗൂഢലക്ഷ്യമുണ്ട്. അതാ രണ്ടാളും രഹസ്യമായി ക്ഷേത്രത്തിലേക്ക് വന്നത്. അതെന്താണെന്ന് അറിയണമല്ലോ. മോളെ, കുളിച്ചപ്പോ മുറിവ് നനച്ചില്ലല്ലോ അല്ലേ? ഇല്ല, നനഞ്ഞില്ലമ്മേ. മോളെ, നമ്മുടെ വീട്ടിൽ അടിക്കടി ഇത് എന്തൊക്കെ ആപത്തുകളാ, ഒന്നൊഴിയുമ്പോ മറ്റൊന്ന്. ഇന്നലെ രാത്രി ആരും മനഃപൂർവ്വം മോളെ കൊല്ലാൻ നോക്കിയതാ. അല്ല അല്ല ആർക്കും നമ്മളോട് ഇത്രമാത്രം ശത്രുത? അതാ എനിക്ക് മനസ്സിലാവാത്ത. ഭാഗ്യത്തിന് ഒന്നും സംഭവിച്ചില്ലല്ലോ അമ്മേ. ഇന്നലെ എന്റെ മോളെ ദൈവം രക്ഷിച്ചു. ഇനി മോള് കൂടുതൽ സൂക്ഷിക്കണം. എന്റെ അമ്മൂന് ചുറ്റും ശത്രുക്കളാ. ഇന്നലെ കിടന്നിട്ട് എനിക്ക് ഉറക്കം വന്നില്ല മോളെ. വെളുക്കുന്നത് വരെ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അയ്യോ, എന്താ അമ്മേ, സുഖമില്ലാതായോ? എന്നിട്ട് എന്താ എന്നെ വിളിക്കാതിരുന്നേ? അതല്ല മോളെ, നീ അനുഭവിക്കുന്ന വേദന അതോർത്തിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല. എല്ലാം അമ്മയുടെ വെറും തോന്നല. എനിക്കൊരു വിഷമവുമില്ല. അല്ല, നീ മനസ്സിലെ വിഷമമെല്ലാം ഒതുക്കി വെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ സന്തോഷം ഭാവിക്കുക. അല്ലമ്മേ, എനിക്കിപ്പോ ശരിക്കും സന്തോഷ. എന്നെ നഷ്ടപ്പെട്ട ഓർമ്മകള് തിരിച്ചു കിട്ടിയല്ലോ. അത് മാത്രമല്ല, ചേച്ചി അദ്ദേഹവും എന്നെ ഒരാളെ കരുതിയ ശാന്തിമുഹൂർത്തം വരെ മാറ്റിവെച്ചത്. അത് കുടുംബത്തിലെ എല്ലാവർക്കും കൂടി സന്തോഷമായിട്ട് നടത്താൻ പറ്റിയില്ലേ? ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടുമായിരുന്നില്ല. ഇനി അദ്ദേഹവും ചേച്ചിയും ഒന്നിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അത് തന്നെയാ എന്റെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ എന്റെ അമ്മൂന്റെ ജീവിതോ? അതിനിപ്പോ എന്താ പറ്റിയത്? ഞാനിവിടെ എല്ലാവരുടെയും കൂടെ സന്തോഷമായിട്ട് ജീവിക്കുന്നില്ലേ? എന്തോ എനിക്ക് വല്ലാത്ത കുറ്റബോധം പോലെ. അതാ ഞാൻ രാവിലെ തന്നെ നിന്നെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്ന്. കുറ്റബോധോ? അതെന്തിനാ? ഇന്നലെ ആ ശാന്തി മുഹൂർത്തത്തിൽ സഞ്ജുവിന്റെ റൂമിൽ സ്വാതിക്ക് പകരം ഉണ്ടാകേണ്ടിയിരുന്നത് എന്റെ അമ്മുവോ? എന്റെ ലച്ചുവിന്റെ കഴുത്തില്ല എന്റെ മോൻ ആദ്യം താലി കെട്ടിയത്.
മനസ്സിലിപ്പോഴും എന്റെ മരുമകളെ നീയ. അങ്ങനെയല്ലെന്ന് എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചു, പക്ഷെ കഴിയുന്നില്ല. അപ്പോ ശ്രീദേവിക്ക് മുന്നേ ഈ സത്യം അറിയായിരുന്നു, എന്നിട്ട് ഒന്നും അറിയാത്ത പാവത്തിനെ പോലെ അഭിനയിച്ചതാ. അമ്മേ, ഞാൻ പലതവണ പറഞ്ഞതല്ലേ എന്റെയും അദ്ദേഹത്തിന്റെയും മനസ്സിൽ അങ്ങനൊരു ചിന്തയില്ലെന്ന്. ഞാൻ ആത്മാർത്ഥതയോടെ ചേച്ചി അദ്ദേഹത്തിനെ ഒന്നിപ്പിച്ചത്. അത് നിന്റെ മനസ്സിന്റെ നന്മയാ. പക്ഷെ എനിക്ക് എന്റെ മോളോട് എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത പോലെ തോന്നുക. എന്റെ മോളെ മുന്നിൽ നിൽക്കുമ്പോ എനിക്കെന്തോ എന്റെ തല കുനിഞ്ഞു പോവാ. എന്റെ ഈശ്വരന്മാരെ, ഇനി എങ്ങനെ ഇതെല്ലാം ഒന്ന് പരിഹരിക്കുക? അമ്മേ, അമ്മ വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കാം. അല്ല മോളെ, അതങ്ങനെയല്ല. ഞാനും കൂടി ചേർന്ന് എന്റെ മോളോട് പൊറുക്കാനാവാത്ത തെറ്റാ ചെയ്ത്. അമ്മ വന്നേ, നമുക്ക് പോവാം. വാ വാ അമ്മേ. ശരി, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ശ്രീദേവിയുടെ മനസ്സിൽ ഇപ്പോഴും അതൊക്കെയാണ് മോഹം. ആ വരട്ടെ, റെഡിയാക്കി കൊടുക്കാം. ആ ഗോവിന്ദ്, അമ്മൂനെ അന്വേഷിച്ച് സ്വാതി പോയിട്ട് അവളെ കണ്ടില്ല. എന്തായി കാര്യങ്ങൾ? ഇന്നലെ രാത്രി മനസ്സ് തുറന്ന് അവളോട് സംസാരിച്ചോ? സംസാരമൊന്നും ഉണ്ടായില്ല. അമ്മ ഇറങ്ങി വന്നില്ല അല്ലേ? എന്റെ വാക്ക് തള്ളിക്കളയാൻ അവൾക്ക് എങ്ങനെ തോന്നി? അമ്മ പോവില്ലെന്ന് സഞ്ജു പറഞ്ഞിട്ടും ഞാൻ വിശ്വസിച്ചില്ല. സോറി ഗോവിന്ദ്. ലച്ചു വരാതിരുന്നില്ല. സ്വാതി പറഞ്ഞ സമയത്ത് തന്നെ അവൾ താഴെ വന്നു. പിന്നെന്താ സംസാരിക്കാതിരുന്ന്? ഇതിപ്പോ സച്ചിയുടെ അവസ്ഥയായല്ലോ ഗോവിന്ദിനും. പറയാനുള്ളത് ആരുടെ മുമ്പിലാണെങ്കിലും എന്തിനാ ഗോവിന്ദ് പറയാൻ മടിക്കുന്നേ? സ്വാതി ഞങ്ങളെ കുറ്റപ്പെടുത്താതെ സംസാരിക്കാൻ ഒരു അവസരം ഒത്തുവരണ്ടേ? ആരുടെയെങ്കിലും ഇടപെടലുണ്ടായോ? ഇടപെടലുണ്ടായി. ഈ വീട്ടിലുള്ളവരുടെ അല്ല, പുറത്തുനിന്നും വന്നവരുടെ. ഗോവിന്ദ് ഒന്ന് വ്യക്തമാക്കി പറ. സഞ്ജു, ആരേതൊക്കെ ചെയ്യിക്കുന്നേ? നമ്മുടെ ശത്രുക്കൾ ആരാണെന്ന് നമുക്ക് തന്നെ അറിയാവുന്നതല്ലേ? ദൈവമേ, അമ്മൂന് എന്തെങ്കിലും പറ്റിയെങ്കിലോ? ഗോവിന്ദ് എന്താ ഞങ്ങൾ ഇതൊന്നും അറിയിക്കാതിരുന്നത്? വന്നവരെയൊക്കെ ഞാൻ കൈകാര്യം ചെയ്ത് വിട്ടു. അവരോടി രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോ നിങ്ങളെ കൂടെ ടെൻഷൻ അടിപ്പിക്കണ്ടെന്ന് ഞാൻ കരുതി. അമ്മു ഇപ്പൊ എല്ലാവരുടെയും കണ്ണിലും കരടായിട്ടുള്ളത്.
ഇത് ദക്ഷയെ കൂട്ടുപിടിച്ച് കവിത എളിമ ചെയ്തത് തന്നെയാ. സഞ്ജു, ഇതിങ്ങനെ വിടാൻ പാടില്ല. പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം. സംശയമുള്ളവരുടെ പേര് പറയാൻ പറഞ്ഞ സ്വാതി കവിത എളമയുടെ പേര് പറയൂ. തെളിവില്ലാതെ പരാതിപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അച്ഛനാ സംസാരിക്കേ, ഇതൊന്നും പ്രഭേങ്ങളോട് പറയണ്ട. പേടിക്കേണ്ടത് ലച്ചുവല്ല. അവര് വന്നത് സഞ്ജുനെ ലക്ഷ്യം വെച്ച. എന്നെയോ? അതെ, ഞങ്ങളെ യാദൃശ്ചികമായി കണ്ടപ്പോഴാ കടന്നാക്രമണം ഉണ്ടായത്.